നല്ല ഔഷധ ഗുണമുള്ള സാധനം. ഇത് പണ്ടത്തെ കാലത്ത് ഈ കാണുന്നത് വെളിയച്ചാലിലെ ജോയി ജോസഫിൻ്റെ പറമ്പിൽ കായ്ച്ചു നിൽക്കുന്ന മൂട്ടിപ്പഴമാണ്. കാഴ്ചയിൽ മനോഹരമായതും രുചിയും ഔഷധ ഗുണവുമുള്ള ഇത്തരം ഫലവൃക്ഷങ്ങൾ വൻതോതിൽ നട്ടുപിടിപ്പിച്ച് പഴവിപണി ഊർജിതമാക്കണമെന്നാണ് ജോയി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് ജോയി ജോസഫ്. എലിച്ചിറയിൽ വെളിയച്ചാൽ കീർമ്പാല പഞ്ചായത്തിലെ അംഗമായി വാർഡ് 7-ലാണ് ഞാൻ കഴിയുന്നത്. ഇതിൻ്റെ പുറകെ കാണുന്നത് മൂട്ടി ഫ്രൂട്ട് എന്ന ഒരു വൃക്ഷമാണ്. ഇത് സാധാരണഗതിയിൽ വന മേഖലയിലാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ അടുക്കള ഭാഗത്ത് കഴിഞ്ഞ വർഷമാണ് ഇത് കാച്ചു തുടങ്ങിയെങ്കിലും കുറേ നാളായിട്ട് ഈ ചെടി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയത്. അപ്പോൾ എന്ത് മരമെന്ന് ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങളിതിനെ സംരക്ഷിച്ചു പോന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്തപ്പോഴാണ് നാട്ടുകാരൊക്കെ വന്ന് കണ്ട് ഇത് മൂട്ടി ഫ്രൂട്ടാണെന്നും ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണെന്നും ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു ജനുവരി മാസങ്ങളിലാണ് പൂക്കുന്നത്. പൂത്ത് കഴിയുമ്പോൾ നല്ല രസമാണ്, നല്ല കളറാണത്. ഒരു പിങ്ക് റെഡോട് കൂടിയുള്ള നല്ല പൂത്ത് നിൽക്കുന്നത് ഇതിലും നല്ല രസം കാണാൻ. അപ്പോൾ അത് ഏതാണ്ടൊരു ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴക്കാലങ്ങളിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. ഇത് വളരെ ഔഷധ ഗുണമുള്ളൊരു മെഡിസിനൽ ഫ്രൂട്ടാണ്. നല്ല വെറൈറ്റി ഉണ്ട്. ഇതിനകത്ത് പല കളറിലും കാണപ്പെടുന്നുണ്ട്. ഇതൊരു റെഡ് കളറാണ്, റെഡ് കളറിലുള്ളതാണ്. ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല റെഡായിട്ട് വരും. നല്ല മെഡിസിനലാണ്. ഒരു പുളിയും നല്ല മധുരോടും കൂടിയുള്ള ഒരു ഫ്രൂട്ടാണ്. നല്ല കൊമേഴ്സ്യൽ, ഇത് ഒരു ബിസിനസ് പർപ്പസിന് നാട്ടിലെല്ലാം കൃഷി ചെയ്ത് ഈ നമ്മുടെ റംബൂട്ടാനും മംഗോസ്റ്റിനും ഒക്കെ പോലെ വിപണനം ചെയ്യാൻ സാധ്യമാകുന്ന ഒരു വൃക്ഷം തന്നെയാണ് ഇത്. അത് നമുക്ക് തൈകൾ വിലയിൽ നിന്ന് കിട്ടും. അത് വാങ്ങിച്ച് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ തന്നെ ഈ മംഗോസ്റ്റിനും ഇതുപോലെ തന്നെ ഫ്രൂട്ടായിട്ട് തന്നെ ഉപയോഗിക്കാൻ മാർക്കറ്റിൽ വിൽപ്പന നടത്താൻ സാധിക്കുന്ന ഒരു വൃക്ഷം തന്നെയാണത്. നന്നായി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വിളവെടുപ്പ് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ കീഴെയാണ് ഇത്, ഈ ചുവട്ടിലാണ് ഇതിൻ്റെ കൂടുതൽ കായ്ഫലം ഉണ്ടാകുന്നത്. മുകളിലേക്ക് അധികം ഉണ്ടാകാറില്ല. കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. വർഷം തോറും ഇത് കൂടും, കായ്ഫലം കൂടുമെന്നാണ് പറയുന്നത്. എന്തായാലും എല്ലാവരും ഇത് കൃഷി ചെയ്ത്, എല്ലാവർക്കും ഇത് കൃഷി ചെയ്ത് നല്ല സൗന്ദര്യമുണ്ട്. അത് ഒരു ഫ്രണ്ടിലൊക്കെ, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ കാഴ്ചയ്ക്ക് തന്നെ ഒരു നല്ല സൗന്ദര്യമുള്ള വൃക്ഷം തന്നെ. അപ്പോൾ ഇതെല്ലാവരും കൃഷി ചെയ്ത് ഇതിൻ്റെ ഫലവും ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നല്ല രീതിയിൽ കാണാൻ നല്ല രസമായിരിക്കും.